നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പഴുതാക്കുളമാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറയുന്നത് ഒരു 2.5 മീറ്റർ ഡയ, ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷം പഴക്കം 3.5 വർഷം പഴക്കമുള്ളൊരു കുളമാണിത്. പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ മെഷാണ്. ടാറ്റയുടെ 2 മെഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഔട്ടർ റിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പോളിഫോം ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പടുത മറ്റേ SK 550 GSM-ൻ്റെ പടുതയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വേറെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ണൊന്നും കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് വേറെ യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. നമ്മൾ എവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നോ ആ ഒരു ഏരിയ നിരപ്പാക്കുക. അതിൻ്റെ മേളിലോട്ട് കുറച്ച് പാറപ്പൊടി അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നിരത്തി ലെവലാക്കുക. അതായത് മുന പോലുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേളിലൊരു പടുത അല്ലെങ്കിൽ പഴയ ചാക്ക അങ്ങനെ എന്തെങ്കിലും നൂത്ത് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5500 ലിറ്റർ അടുപ്പിച്ച് വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്നത്. ഇതിപ്പം ഇത്രയും പഴക്കമുള്ളതായിട്ട് ആ മെഷീനൊന്നും കുഴപ്പം വന്നിട്ടില്ല. നമ്മൾ എപ്പോക്സി അടിച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് മത്സ്യക്കുളങ്ങളായിട്ട് ഉപയോഗിക്കാം, മഴവെള്ള സംഭരണിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വെട്ടം കയറാത്ത രീതിയിൽ നമ്മൾ പടുത വല്ലതുമായിട്ട് അത് മൂടിയില്ലെങ്കിൽ വെള്ളം പായൽ പിടിക്കും. അപ്പോൾ ഈ 2 ഉപയോഗങ്ങൾക്ക് നമുക്ക് വളരെ നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നൊരു കുളമാണിത്.